പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. 2-3 പേര് എവിടെ കൂടി വന്നോ? യേശുവിൻ്റെ നാമത്തിലാണോ അവർ കൂടിയത്? അവരുടെ മധ്യത്തിൽ യേശു തമ്പുരാനുണ്ട്. നമ്മുടെ ദൈവം ഹല്ലേലൂയ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ 2-3 പേരെ ഒരുമിച്ച് കൂടി യേശുവെ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ്റെ സാന്നിധ്യം ഒരു മലയിലോ ഒരു താഴ്വരയിലോ ഹല്ലേലൂയ ഒരു പ്രത്യേക സ്ഥലത്തോ ഒതുങ്ങുന്നതല്ല. തൻ്റെ അഭിഷിക്തന്മാർ, തൻ്റെ മക്കൾ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. യേശു എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. കർത്താവ് നമ്മുടെ നടുവിലുണ്ടോ? തിരുവചനം പറയുന്നു അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ നാം അതുതന്നെ വായിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, കർത്താവിൻ്റെ ഇടപെടലുള്ള ഭവനത്തിൽ ഹല്ലേലൂയ സ്ഥലത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. പലപ്പോഴും മനുഷ്യർ സന്തോഷിക്കാൻ പലതും ചെയ്യാറുണ്ട്. സന്തോഷത്തെ വാങ്ങുവാൻ, സന്തോഷത്തെ ഹല്ലേലൂയ മറ്റുള്ളിടത്തു നിന്ന് എടുക്കുവാൻ ഒരു നാളും പറ്റത്തില്ല. എന്നാൽ സന്തോഷം ദൈവം തരുന്നതാണ്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്ത് മനുഷ്യർ സന്തോഷിക്കും. എന്നാൽ അവർ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏത് കാര്യത്തിനും ഒരു പരിധിയുണ്ട്. സന്തോഷിക്കാൻ ചെയ്യുന്ന ഹല്ലേലൂയ നിങ്ങളൊരു തമാശ പ്രോഗ്രാമാണോ കാണുന്നത്? നിങ്ങളൊരു ആഹാരമാണോ കഴിക്കുന്നത്? ഒരു വസ്ത്രമാണോ ധരിക്കുന്നത്? അത് ധരിക്കുമ്പോൾ, അത് കഴിക്കുമ്പോൾ, അത് കാണുമ്പോൾ ഒക്കെ ഒരു സന്തോഷമുണ്ട്. എന്നാൽ ആ സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. ദൈവസാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷത്തെ കെടുത്തുവാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോഴും മറ്റുള്ളവർ ഇസ്രായേൽ ജനത്തെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവരുടെ ഉള്ളിൽ സന്തോഷമുണ്ടെന്ന്. ഇവരുടെ ഉള്ളിൽ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് സന്തോഷത്താലാണ് ഇവർ നിറഞ്ഞിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ഉള്ളിൽ സന്തോഷമെന്ന വാക്കാണ് അവർ പറയുന്നത്. കാരാഗ്രഹത്തിൽ അടിയുടെ നടുവിലും പീഡനത്തിൻ്റെ നടുവിലും അവർക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷം വേണോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് ആ സന്തോഷം വേണോ? കർത്താവ് വേണം. കർത്താവ് എവിടെയുണ്ടോ അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, സന്തോഷത്തിൻ്റെ നിറവുണ്ട്. ഹല്ലേലൂയ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം ആ ഭവനത്തിൽ തന്ന് ആ ഭവനത്തെ മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ, എൻ്റെ കർത്താവ് മതിയായവനാ. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് വിളിച്ചു പറയാം, എൻ്റെ കർത്താവേ നീ സന്തോഷത്തെ നിറയ്ക്കുന്ന ദൈവമാ. കർത്താവുണ്ടോ? സന്തോഷം മാത്രമല്ല, വേദപുസ്തകം പറയുന്നു എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. പലപ്പോഴും ശത്രു ലജ്ജ കൊണ്ടുവരുന്നവനത്രേ. മനുഷ്യരെ ലജ്ജിപ്പിച്ച് തല താഴ്ത്തി ഹല്ലേലൂയ നിരാശ കൊണ്ടുവന്ന് ജീവിതങ്ങളെ തകർത്ത് കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ നമ്മുടെ ദൈവം ലജ്ജ കൊണ്ടുവരുന്ന ദൈവമല്ല, അവൻ നമ്മുടെ ലജ്ജ മാറ്റുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഒരു നാളും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലും പ്രിയരെ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ലജ്ജിപ്പിക്കാൻ ആരെങ്കിലും വന്നെങ്കിൽ അവൻ ലജ്ജ ധരിച്ച് തിരിഞ്ഞോടും. ഈ പകൽക്കാലം ഒന്ന് കരമുയർത്തിപ്പറ, എന്നെ ലജ്ജിപ്പിക്കാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇതാ യോവേൽ പ്രവചനത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയരെ, നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ? നിങ്ങളുടെ ഭവനം ലജ്ജിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, യൗവനത്തിലെ മക്കളുള്ളവൻ നഗരവാതിക്കൽ വെച്ച് ലജ്ജിച്ചു പോകത്തില്ല. കാരണം അവരുടെ കുടുംബത്തിൽ നല്ല തലമുറകളുണ്ട്, തടിമിടുക്കുള്ള പിള്ളേരുണ്ട്. ഹല്ലേലൂയ. വലിയ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട്, ഒത്തിരി കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകത്തില്ലെന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആൾബലത്തിലോ ഭുജബലത്തിലോ സമ്പത്തിൻ്റെ ബലത്തിലോ അല്ല നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ യേശു ഉള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ വീട്ടിൽ ദൈവമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടൊന്ന് വിളിച്ചു പറ, ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകാൻ എൻ്റെ
എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. മൂന്നാമതിതാ, യേശു നിങ്ങളുടെ നടുവിലുണ്ടോ? ഹല്ലേലൂയ. അവൻ ഒരനർത്ഥവും കാണാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട്, എൻ്റെ ജനം അനർത്ഥം കാണത്തില്ല. അനർത്ഥം, ഹല്ലേലൂയ. ഒരു പക്ഷേ ശത്രു അനർത്ഥം കൊണ്ടുവന്നെങ്കിൽ നീ അറിയാതെ തന്നെ അനർത്ഥത്തെ എടുത്തു മാറ്റുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ശ്രദ്ധേയമായ വാക്യമാണ്, നിൻ്റെ വശത്ത് 1000-ങ്ങളും നിൻ്റെ വലതുവശത്ത് 10,000-ങ്ങളും വീഴും, എങ്കിലും ഹല്ലേലൂയ ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. നിൻ്റെ ചുറ്റുപാടും നീ വലിയ പ്രശ്നങ്ങൾ കേൾക്കും, ചുറ്റുപാടും വലിയ പ്രതിസന്ധികൾ കാണും, എന്നാലും നീ വീഴാതെ നിൽക്കുന്നതിൻ്റെ കാരണം, ഓ ഹല്ലേലൂയ, നിൻ്റെ നടുവിൽ കർത്താവ് ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് വിളിച്ചു പറയാം, കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തെ വിട്ടിട്ട് എന്നെ എങ്ങും കൊണ്ടുപോകരുതേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണ്ടത്. മോശ പറയുന്ന പോലെ നമുക്ക് വിളിച്ചു പറയാം, നിൻ്റെ സാന്നിധ്യമില്ലാത്ത സ്ഥലത്ത്, നിൻ്റെ സാന്നിധ്യമില്ലാത്ത ഇടത്ത് എനിക്ക് പോകണ്ട അപ്പാ, നിൻ്റെ സാന്നിധ്യം വിട്ടുപിരിഞ്ഞ് പോകാൻ ഒരു നാളും അനുവദിക്കരുതേ. പാട്ടുകാരൻ പറയുന്ന പോലെ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരെ, പിരിയാൻ കഴിയില്ല അപ്പാ, പിരിയാൻ കഴിയില്ല. പിരിയാതെ ഞങ്ങളെ കൊണ്ടുപോകണം, ഞങ്ങളെ നടത്തണം, ഞങ്ങളെ കരത്തിൽ എടുത്ത് നടത്തണം അപ്പാ. അതാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ, നമ്മുടെ ഭവനത്തിലിരിക്കട്ടെ, നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അന്ത്യത്തോളം പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞ ആ ദൈവ സാന്നിധ്യത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ദൈവിക സന്തോഷത്താൽ, ദൈവിക കരുതലാൽ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.